കോടമഞ്ഞിൽ ഓഹോ താഴ്വരയിൽ ഓഹോ മഞ്ഞിലേ മോളെ. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഊട്ടിയിലാണോ കൊടൈക്കനാലാണോ എന്നറിയില്ല, നല്ല മഞ്ഞാട്ടോ. എന്താ നോക്കിയേ, നല്ല മഞ്ഞാണ്, നല്ല മഞ്ഞിങ്ങനെ മഴത്തുള്ളി പോലെ ഇങ്ങനെ പാറ്റണുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ കക്കടംപൊയിൽ, വയനാട് അങ്ങനത്തെ റിസോർട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ അടിപൊളിയൊക്കെ അല്ലേ. പക്ഷെ നമുക്കിവിടെ മഞ്ഞ് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ പറ്റില്ല അല്ലേ. നല്ല മഞ്ഞുണ്ട്, എന്തിനുള്ള പുറപ്പെടാവണം, കാലം തെറ്റിയതാവുക. അച്ഛനും മോളും പാലിന് പോവാണ്. 3 ദിവസം ഇടവിട്ട് സൊസൈറ്റിക്ക് പോകും പാല് വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇന്ന് മഞ്ഞായതുകൊണ്ട് തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. താഴത്ത് നമ്മളെ അച്ചിച്ചനാണ് കേട്ടോ. അപ്പോൾ സംസാരിക്കുകയാണ്. കാലം തെറ്റിയിട്ടാണ് ഇപ്പോൾ മഞ്ഞില്ലെടുത്ത് മഴയുള്ളിടത്ത് മഞ്ഞും അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കാലാവസ്ഥ. അമ്മ എന്നും ഞാൻ അടിച്ചു വരും, ഇന്ന് അമ്മ അടിച്ചു വരും. 2 ദിവസം കൂടിയിട്ടാണ് നേട്ടം വന്നത്. പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏട്ടൻ പോയി പൊറോട്ടയും കാര്യങ്ങളൊക്കെ കൊടുന്ന് ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ പ്രതി ബേബി പൊറോട്ട തിന്ന് നമ്മളെങ്ങോട്ട് നോക്കിയേക്കാം. കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നനച്ച് കൊടുത്തേക്കാണ്, അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങിയാലും കരുതി. അമ്മ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചത് റെഡി ആവാണ്. അകത്തടിച്ച് വരുന്ന ചൂലും കൊണ്ടാണ് ഒരാൾ അടിച്ചു വരാൻ ചെന്നത്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആക്കുകയാണ്. നല്ല പാൽ ചായയും പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയും. ആഹാ അന്തസ്. ഇങ്ങനെ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല സെർച്ചിങ്ങിലാണ്. ഏതെങ്കിലും സിനിമ കിട്ടുകയുള്ളൂ കാണാം. ഞാൻ പിന്നെ ചായ കുടി കഴിഞ്ഞ് പിന്നെ എനിക്കിങ്ങനെ ചായ കുടിക്കുന്നത് പോലെ ഭയങ്കര ഒരു എന്താ പറയുക രസമാണ്. അപ്പോൾ പുറത്ത് നോക്കി ഇങ്ങനെ ചായ കുടിച്ചിരിക്കുകയാണ്. റോട്ടുമ്മ കൂടെ ഒരു പാറ്റ പോലും പോകണില്ല. കുറേ നേരം നോക്കി ഇങ്ങനെ റോട്ടുമ്മ കൂടെ നോക്കിയിരിക്കുന്നത് നല്ല രസമല്ലേ. പക്ഷെ ആരും കണ്ടില്ല, ഞാൻ ഫുള്ളായി ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞുണ്ണിയേ, അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇന്നലെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിരുന്നു. ബാക്കി ചോറ് കുറവായിരിക്കും ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. പക്ഷെ അമ്മ സാധാ ചോറാണ് കഴിച്ചത്. രണ്ടും കൂടി ഉണ്ടായപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റിയില്ലേന്. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഏട്ടന് 2 ദിവസം കൂടുമ്പോൾ ഉള്ളു ഇപ്പം അങ്ങനെ വരലുള്ളൂ, മഴയും കാര്യങ്ങളായതുകൊണ്ട്. അപ്പോൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി ഏട്ടനാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറും തൈരും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി. എന്നും ഒരേ ടേസ്റ്റ് ആകുമ്പോഴല്ലോ, വേറെ വെറൈറ്റി. ഇന്നലെ അമ്മ ഉണ്ടാക്കി, അതിന് മുന്നത്തെ ഏതോ ദിവസം ഞാൻ ഉണ്ടാക്കി, ഇന്ന് ഏട്ടൻ ഉണ്ടാക്കി. എല്ലാം ട്രൈ ചെയ്യണമല്ലോ. നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ്, എല്ലാവരും ഹെൽപ്പ് ചെയ്യും? പക്ഷെ എൻ്റെ കെട്ടിയോന് എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഷെഫായതുകൊണ്ടാണോ അല്ലാത്ത അതിനങ്ങനെ ഒരു മെൻ്റലി അങ്ങനെ ഇതാണ്. പിന്നെ മഴ ഇങ്ങനെ ചാറലുള്ളൂ. അങ്ങനെ തുണി കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ്, നല്ല മഴ. അപ്പോഴും അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ മഴ കഴിക്കാൻ ഇഷ്ടം. ഇനി 1 മണി കഴിഞ്ഞ് അമ്മ വരുന്ന ഉപയോഗിക്കണം. അങ്ങനെ ഭയങ്കര പണിയിലാണ്. എന്താണെന്നല്ലേ ഈ കുഞ്ഞു മക്കളുള്ള വീട്ടിലൊക്കെ അറിയാം, ചുമരുമൊക്കെ കളർ കൊണ്ടും ക്രയോണോണൊക്കെ വരച്ചിട്ടുണ്ടാവും. അപ്പം ഞാനത് മായ്ക്കാണ് ഒരു എസൻസ് വെച്ചിട്ട്. അപ്പം അതിൻ്റെ വീഡിയോ അടുത്ത ഒരു ബ്ലോഗായിട്ട് ചെയ്യണുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ട അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, ഉപകാരപ്പെടണം. അങ്ങനെ ഞാനെല്ലാം കൂടി മായ്ച്ചെടുക്കണം. അപ്പോൾ ഉച്ചയായപ്പോൾ തന്നെ അമ്മ വന്നിട്ടുണ്ട്. പിന്നെ കൃതി ബേബി എണീറ്റിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഒരു എണീറ്റ് കഴിഞ്ഞ ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ മാമനും ഓളും ചോറ് തിന്നാണ്. ഇന്ന് ഞങ്ങൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ പപ്പടം തൈരും. അപ്പം ഞാനും ഏട്ടനും കുട്ടിയും ഇവിടെ പുറത്തിരുന്നിട്ട് കേട്ടോ സിനിമ ഒക്കെ കണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സിനിമ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിക്കണം. കഴിഞ്ഞപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും പണി കഴിഞ്ഞ് വന്നു. പിന്നെ മിഠായി വേണമെന്ന് പറഞ്ഞ് കടയൊക്കെ കൊണ്ടുപോയി മിഠായി വാങ്ങി തന്നേ. അയ്യടാ അമ്മമ്മല്ല, നാനും വാങ്ങി തന്ന അമ്മച്ചി. ആയിക്കോട്ടെ, പൊട്ടിച്ചേരാ. ഒരു മുട്ടായി തരുമോ?
ഇത് പൊട്ടിച്ചിക്കണതാ ഇവിടെ നിർത്തോ. അച്ഛ പോയി. അച്ഛ എങ്ങോട്ട് പോയത്? അക്കീമ വാങ്ങാൻ. അക്കീമ വാങ്ങാൻ പോയതാണ് അല്ലേ? ആ അച്ഛ ജോലിക്ക് പോയതാ പറയും. അച്ഛ ജോലിക്ക് പോയി. അച്ഛൻ ഇനി നാളെ വരുള്ളൂ അല്ലേ? അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിയാണ്. 5 മണി തൊട്ട് പുലർച്ചെ 2 മണി വരെ അല്ലേ? എന്ത് ഉറുമ്പ് കച്ചുണ്ട്? കൊതുകല്ലേ, ചെറിയ ചെറിയ കൊതുകുണ്ട്. കൊതുക് മഴ ആയതുകൊണ്ട് നല്ല ചെറിയ ചെറിയ കൊതുകുണ്ട് അല്ലേ? കടിക്കും. ഇതിങ്ങനെ പൊട്ടിക്കാണ്ട്. കൊതുക് എന്താണ്ട് മുട്ടായി? അത് മുട്ടായി കൊഴിച്ചെടുക്കല്ലേ? കൊയിഞ്ഞാടിട്ടപ്പോൾ കൊയിഞ്ഞാട് 5 ഉറുപ്പ്യേൻ്റെ വാങ്ങിച്ചാൽ മതിയനല്ലോ. എന്നാൽ 2 കിട്ടിയിരുന്നു. സുട്ടായി കഴിക്കണത് നല്ലൊന്നല്ല. കളറാണ് ഫുള്ളും. അറിയോ എന്താ? അച്ഛനുമൊക്കെ തടിച്ചോ? സൂപ്പർ കാണിച്ചോ. എങ്ങനെ സൂപ്പർ?